ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ കേട്ടോ. രാവിലത്തെ പണികളൊന്നും കാണിച്ചില്ല. പിറ്റേ ദിവസത്തെ ജോലികളാണ് കാണിച്ചത് കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കിയത് പിറ്റേ ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഇത് ശനിയാഴ്ചയായിരുന്നു പിറന്നാൾ. ശനിയാഴ്ച പിറന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ പോകണം എന്നാണല്ലോ നമ്മൾ പറയുക. അത്ര നല്ല ദിവസമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ വടക്കുന്നാഥെല്ലാം ഒന്ന് കയറി തൊഴുതു. അപ്പം അന്നങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വണ്ടി കിട്ടിയിട്ടാണ്. വണ്ടിയുടെ വീഡിയോ വെള്ളിയാഴ്ച വരാം കേട്ടോ, വണ്ടിയുടെ വീഡിയോ ആയിട്ട്. അപ്പം അന്ന് വണ്ടിയൊന്നും കിട്ടാത്ത കാരണം നമ്മുടെ അവിടുത്തെ അമ്പലത്തിലൊന്നും പോകാൻ അങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വടക്കുന്നാഥൻ്റെ മുന്നിലാണ് ബസ് ഇറങ്ങുക. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കയറി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തൊഴുതുവിട്ടാണ്. നിറയെ ഫോട്ടോഷൂട്ടാണ്. ഇവിടെയൊക്കെ എപ്പോൾ പോയാലും ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടാവും കേട്ടോ. ആരുടെയെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ പോരുമ്പോൾ ഒരാൾ കാക്കകൾക്കൊക്കെ ഫുഡ് കൊടുക്കണം. ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ചേർത്തത് അന്ന് അങ്ങനെ അമ്പലത്തിൽ പോയി അത്രയും അവസാനിപ്പിച്ചുള്ള പായസം വെച്ചതും ആഘോഷിച്ചതും ഒക്കെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലത്ത് നമ്മുടെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വെച്ച് കുറേ ദിവസമായിട്ട് അങ്ങനെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് തട്ടിക്കൂട്ട് ക്ലീനിങ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ്റെ മുറിയിലേക്കാണ് ആദ്യം കയറി വന്നത്. അപ്പോൾ അവൻ ഭാവിയിൽ സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഒരു കുഞ്ഞ് പേപ്പർ എഴുതി ഒട്ടിച്ച് വച്ചേക്കണം. 3 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കുറേ ആയി. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ ബാത്റൂമിലേക്ക് നമ്മുടെ തുടയ്ക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ റൂമിൽ. ഇവൻ തന്നെയെല്ലാം ക്ലീൻ ആക്കാറ്, ഈ റൂമും ബാത്റൂമും. പക്ഷേ ജോലിക്ക് പോയപ്പോൾ സമയമില്ലല്ലോ. രാവിലെ 10 മണിക്ക് പോയി വൈകുന്നേരം 9 മണി വരെയാണ് ജോലി. അത് കാരണം ജോലി എന്ന് പറയുന്നത് താൽക്കാലിക ജോലിയാണ് കേട്ടോ. ഇന്നലെ കമൻറ്റ് കണ്ട് എന്ത് ജോലിയാണ്, സീമസിലേക്ക് ഒന്ന് താൽക്കാലികമായിട്ട് പോണതാണ്. പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ മാത്രം. പിന്നെ ഞാൻ നമ്മുടെ ടൂൾസുകളൊക്കെ എടുത്ത് ഫാന് തുടയ്ക്കാനും ഒക്കെ സെപ്പറേറ്റ് ഞാൻ ഇതൊക്കെ ക്ലീൻ വീഡിയോ മുന്നേ കാണിച്ചിട്ടുള്ള ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാറാലക്കോല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടി മാറാലെടുക്കാന്ന് പറയില്ലേ, അങ്ങനെ എടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ താഴത്തേക്കൊന്നും വീഴില്ല. മാറാല കണ്ടപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മുകളിൽ ഒന്ന് അടിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പിന്നെ റൂമിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മാറാല പിടിക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആദ്യം ഞങ്ങൾ ഈ ബർത്തമ്മ നിറയെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എടുത്ത് മാറ്റി മാറാല ഇങ്ങനെ ഓവറായിട്ട് പിടിക്കുന്നതുകൊണ്ട് എപ്പോഴും വാതിലടച്ചിട്ട് ഫാൻ ഇടുന്നതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം കേട്ടോ. പിന്നെ ആ ബർത്തും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ആ മാറാലക്കോലുകൊണ്ട് തന്നെ ഒന്ന് അടിച്ചു കളഞ്ഞു. ഇനി ഫാൻ ഇടുമ്പോൾ ഇത് കിടന്ന് തിരിയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന ആളാണ് കേട്ടോ. പിന്നെ ജനലകളൊക്കെ തുടയ്ക്കാൻ എനിക്ക് തുടയ്ക്കാനില്ല, അടിക്കുക. ഈർക്കിലിച്ചൂലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ മാറാലകൾ അടക്കം പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ജനലകളും മറ്റു ജനലൊക്കെ കർട്ടൻ മാറ്റിയൊക്കെ തുടച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പുറത്ത് ഒരു 3 വഴി ജനലും കൂടി ഉണ്ട്. പിന്നെ അലമാരിയും ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അടിയൊക്കെ തുടച്ചു. പക്ഷെ ക്യാമറ വയ്ക്കാനും പിന്നെ നമ്മുടെ ജോലികൾ വേഗം കഴിയില്ല നമ്മൾ ഷൂട്ടിങ് അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഷൂട്ടിങ് ഇത്തിരി കുറച്ചും അതൊക്കെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് താഴത്തും കൂടിയും ഒന്ന് അടിച്ചു വാരിയിട്ടും നോക്കിയപ്പോൾ ബാത്റൂമിലും കൂടിയും കുറച്ച് മാറാല നിൽക്കുന്നത് ഉണ്ട്, വലിയ മാറാലകളാണ്. അപ്പോൾ അതും കൂടി ഒന്ന് തുടയ്ക്കാൻ വെച്ചു. ബാത്റൂമിൻ്റെ ചുമര വെച്ച് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളവിടെ ബർത്ത് വെച്ച് തരാനൊക്കെ പറഞ്ഞതായിരുന്നു നമ്മുടെ കോൺട്രാക്ടറോട്. ആൾ തന്നില്ല, സ്മെല്ല് വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പുറത്തൊരു എനിക്കങ്ങനെ ചകിരിയൊക്കെ വെക്കാനാന്ന് പറഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്, ചകിരിയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഉപയോഗമില്ലാത്തൊക്കെയാണ് കൂടുതലും അവിടെയൊക്കെ വെക്കണത്. അത് കഴിഞ്ഞ് അവിടെ തുടച്ചു. ആ റൂം അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ കട്ടിളപ്പടിയും വാതിലും ഒക്കെ തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അങ്ങനെ ആ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതാണ് അവൻ്റെ ഒരു ഇത്രയേ ഉള്ളൂ കേട്ടോ, കട്ടിലില്ല. അങ്ങനെ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു. നമ്മുടെ ആദ്യത്തിൻ്റെ റൂമായിരുന്നു ഇത്. ഇപ്പോഴാണ് അച്ഛന്മാരെ മുറിയിലേക്ക് പോയിരിക്കുന്നത്. നിറയെ ബുക്കുകൾ വലിച്ചു വാരിയിട്ടൊക്കെ തുണികൾ വലിച്ചു വാരിയിട്ടൊക്കെ ഒക്കെ ആയിരുന്നു. അപ്പോൾ തുണികൾ ഞാൻ ഉണങ്ങി കഴിഞ്ഞാൽ ഈ ഒരു റൂമിലെ കൊണ്ടിടും. ഇവിടെ ആരും ഇല്ലല്ലോ, റൂമിൽ കൊണ്ടിടും. സമയത്തിനനുസരിച്ച് വന്ന് മടക്കി വയ്ക്കലാണ് പതിവ് കേട്ടോ. പിള്ളേരുടെയൊക്കെ മടക്കി വെച്ചിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവരുടെ അലമാരിയും കൂടി ഒതുക്കി, അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്കുകളൊക്കെ ഒതുക്കി വെച്ച് അവിടേക്ക് തുടച്ച്. ഇവിടെ നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ബുക്കുകളൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ ഇത് തേക്കാനായിട്ട് വെക്കുന്നത് ഏകദേശം എപ്പോഴും ഇതങ്ങനെ അവിടെ കിടക്കും. രാവിലെ ഓടി വന്ന് തേക്കലൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ അത് ആ നേരത്ത് സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും എപ്പോഴും. എന്ന് കഴിഞ്ഞ് മാറാല ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു മാറാലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ
അതൊന്ന് തട്ടി വെച്ചാൽ താഴത്തേക്കൊന്നും വീഴില്ല കേട്ടോ. ആ ഒരു ഇതുമ്മാകുമ്പോൾ ചുരുണ്ടിരിക്കുള്ള അത് ആ ബ്രഷ് ലാസ്റ്റ് ഒന്ന് കഴുകി വെച്ചാൽ മതി. പിന്നെ ജനലകളൊക്കെ ഒന്ന് തുടച്ച് പിന്നെ അടിച്ചു വാരി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. മോൾ ഭാഗം മൊത്തത്തിൽ അടിച്ചു വാരൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അടിഭാഗത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ പിന്നെ ആ പോരണ വഴിയിൽ ആ ജല്ലമയും ഈ ചെടി അതുമ്പോൾ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും കഴുകി വെച്ചു. പിന്നെ ഞാൻ വീണ്ടും വന്ന് ഇവിടെ നിന്ന് തുടങ്ങി വീണ്ടും തുടച്ച് താഴത്തേക്ക് പോകാണ് ഉണ്ടായത്. ഇവിടെ പിന്നെ അടിച്ചു വിട്ടുണ്ടായിരുന്നു. പിന്നെ പല്ലികളുടെ താമസം ഈ ഒരു ബാൽക്കണിയിൽ മുകളിൽ എവിടെയാണ്ടാന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ഇവിടെ എപ്പോഴും അടിച്ചു തുടച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാനേ പറ്റില്ല കേട്ടോ. ഇപ്പോൾ നല്ല വേനൽക്കാലമല്ലേ, നിറയെ പൊടി ഉണ്ടാവും. വർഷക്കാലത്താണ് ഇവിടെ കൂടുതൽ അങ്ങനെ വന്നിരിക്കാറുള്ളത്. ഇപ്പം ബിസി ആയാൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. പിന്നെ ഞാൻ താഴത്തത് അച്ഛന്മാരെ മുറി, നമ്മുടെ ആദ്യത്തിൻ്റെ മുറിയായിട്ടോ. അപ്പോൾ അത് അവിടേക്ക് വന്നു. അവിടെ ഈ പറഞ്ഞ മാതിരി ബുക്കുകൾ ഇപ്പോൾ വലിച്ചു വാരിയിട്ടൊക്കെയാണ്. ഇനി എന്തായാലും ഒരു മാസം കൂടി ഉണ്ടല്ലോ. നോട്ട്ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയോ പഠിക്കാനിരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോട്ട്ബുക്ക് വെച്ചോടത്തൊന്നും നീങ്ങിയിട്ടില്ല, പഠിക്കലൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ആൾ സിനിമ കാണലും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ ആ മേശയൊന്നും പറ്റണ പോലെ നോക്കി വെച്ചു, വല്ലാണ്ട് സാധനങ്ങളൊന്നും മാറ്റാൻ നിന്നില്ല. മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാണ്ടായി എന്നൊക്കെ പറയും. അത്യാവശ്യം ശ്രീകുട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ കർട്ടൻ്റെ ക്ലിപ്പ് കാണാനില്ല എന്നൊക്കെ. അവിടെ ഒരു കർട്ടനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒതുക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണാണ്ടാവും, അതൊരു വേറെ കാര്യം. പിന്നെ ഞാൻ ആ കട്ടിലൊന്ന് റെഡിയാക്കി. നിറയെ തുണികളൊക്കെ ആകെ അലങ്കോലമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാനിട്ടിട്ട് പുതിയത് രണ്ടെണ്ണമൊക്കെ വിരിച്ച് ഇട്ടു കേട്ടോ. എന്നാലാണ് നമ്മുടെ ആദ്യത്തെ അത് കളയാണ്ട് ചവിട്ടി കളയാണ്ടൊക്കെ ഇരിക്കുള്ളൂ. അങ്ങനെ അത് വിരിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ മുറി ഒന്ന് സെറ്റായി. കട്ടിലുമ്മയായിരുന്നു ആകെ തുണികൾ ഇങ്ങനെ തുണികളല്ല, വിരികൾ ചുരുണ്ടുകൂടിയൊക്കെ കിടക്കുന്നതാണ്. അത് ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ആ മുറി അവസാനിപ്പിച്ചു. പിന്നെ അതാ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നു. കർട്ടനൊക്കെ ഊരി കഴുകാനിട്ടുണ്ട് കേട്ടോ. പിന്നെ ജനലകൾ തുറന്നപ്പോഴാണ് എനിക്ക് ശരിക്കും അടിച്ച് പൊടി കളയാനായിട്ട് പറ്റിയത്. നിറയെ പൊടി ഉണ്ടായിരുന്നു. അതും നന്നായിട്ട് ഈ ചൂല് വെച്ചിട്ട് അടിക്കുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ഇറുക്കിലി ചൂല് വെച്ചിട്ട് ജനലം അടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് ആ കർട്ടനൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയിൽ കർട്ടൻ പൊട്ടി വീഴലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കുറ്റിയൊക്കെ ഇളകി പോന്നു. പിന്നെ അതൊക്കെ ശരിയാക്കി റെഡിയാക്കി അതൊക്കെ കർട്ടനൊക്കെ സെറ്റാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമ്മുടെ കിടക്കവിരി ഒന്ന് മാറ്റാമെന്നുള്ളൊരു പരിപാടിയുള്ള കിടക്കവിരിയും ഒന്ന് മാറ്റി വിരിച്ചു. ഇവിടെ കിടക്കലൊന്നും കാര്യമായിട്ടില്ലെങ്കിലും കിടക്കവിരി ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പകലൊക്കെ എന്തായാലും ഒന്ന് വന്നൊക്കെ കിടക്കുമല്ലോ. രാത്രി ഇപ്പോൾ ഹോളിലാണ് പോയി കിടക്കുന്നത് ചൂട് കാരണം കൊണ്ട്. എന്നാലും ഇവിടെ വിരികളൊക്കെ സമയാസമയങ്ങളിൽ മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ അതും മാറ്റി അതിൽ തലോണ കവറൊക്കെ മാറ്റി അത് സെറ്റാക്കി അവിടെ ഇട്ടു കേട്ടോ. പിന്നെ വേഗം അവിടെ ഒന്ന് തുടച്ചു. അങ്ങനെ ആ ഒരു മുറിയുടെ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഹാളിൽ ചെയ്തതൊന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല, എല്ലാ റൂമും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ നമ്മുടെ ഇറയത്തേക്ക് സിറ്റൗട്ടിലേക്ക് വന്നു. അവിടെ ഒന്ന് അടിച്ചു വാരി തുടച്ച് അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു പാത്രമൊക്കെ കഴുകി എടുത്തു വെച്ചു കേട്ടോ. നിറയെ നമ്മുടെ വെള്ളവും പിന്നെ താഴത്തെ അഴുക്കും ഒക്കെ നിറയെ അതിലുണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിൻ്റെ മുന്നിലത്തെ ചവിട്ടികളൊക്കെ എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണമാണ് കേട്ടോ, ബാക്കിയുള്ളതൊക്കെ മുന്നേ കഴുകിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തല്ലി കഴുകി അവിടെ ഇട്ടും. വല്ലാണ്ട് തല്ലിയെങ്കിൽ ചവിട്ടിയുടെ പണി കഴിയും. പിന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി. നല്ല വൃത്തിയാവുമൊന്നുമില്ല, അത് വെള്ള കളറിലേക്ക് തിരിച്ചു വരുമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം അഴുക്കൊക്കെ കളഞ്ഞ് അതും ഒന്ന് ഉണക്കാനായിട്ടൊക്കെ വെച്ചു. പിന്നെ ഞാൻ വേഗം വാഷ് ബേസ് ഒന്ന് കഴുകി. ഇനി ബാത്റൂമുകൾ കഴുകുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ശ്രീകുട്ടൻ്റെ മുകളിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് അങ്ങനെ ഓരോ ബാത്റൂമായി കഴുകാലോ എന്ന് വിചാരിച്ചു. ഈ ബാത്റൂം കഴുകാൻ നല്ലൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നു കഴുകിയിട്ട്. അത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. വാഷ് ബേസിനും ക്ലോസറ്റും നമ്മുടെ ചുമരൊക്കെ തേച്ച് കഴുകും കേട്ടോ. ഞാൻ കാണിക്കാറൊക്കെ ഉണ്ട് ആദ്യമൊക്കെ. ഇന്ന് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്തില്ല. എന്നുവെച്ചാൽ ഇത്രയും ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ക്ഷീണിക്കുമല്ലോ. പിന്നെ ബാത്റൂം ആകുമ്പോൾ തന്നെ അത്യാവശ്യം ക്ഷീണിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യൽ ഇത്തിരി കുറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാത്റൂം കഴുകലും ഈ ഒരു ബാത്റൂം കഴുകി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ താഴത്തേക്ക് പോന്നു. നമ്മുടെ അച്ഛന്മാരെ മുറി പായത്തും കയ്യേറി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മുറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ക്ലോസറ്റും അങ്ങനെ എല്ലാ സംഭവങ്ങളും തേച്ച് കഴുകി അടിഭാഗം ഒന്ന് ഉരയ്ക്കാനുള്ള ടൈം ആയപ്പോഴേക്കും എൻ്റെ കൈ ഇങ്ങനെ ആ സോപ്പൊക്കെ വെക്കുന്ന ഒരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ടാവില്ലേ, അതിൻ്റെ അതുകൊണ്ട് കൈയൊന്നും മുറിഞ്ഞു. അത്യാവശ്യം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ബ്ലഡൊക്കെ വന്നു. അപ്പോൾ പിന്നെ ബാക്കി അടിഭാഗം ചേട്ടൻ കഴുകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബാത്റൂം ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അത് പിന്നെ എപ്പോഴും കഴുകണ കാരണം അത്ര കുഴപ്പമില്ല. ഇത് രണ്ടാണ് ഇത്തിരി ഇതായിട്ട് കിടന്നു പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു മാമ്പഴ പായസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
മാമ്പഴം ഏറെക്കുറെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേഗം ഇന്നത്തെ വെച്ചില്ലെങ്കിൽ ഇനി മാമ്പഴ പായസം ഈ വർഷം വെക്കില്ല. അപ്പം എന്തായാലും പിറന്നാളായിരുന്നല്ലോ, അതൊരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ ദിവസമായി ഞാൻ മാമ്പഴ പായസം വെക്കണമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിന്ന് വെച്ചു. അങ്ങനെ പിറന്നാളാഘോഷം മിനിമം ലെവലിൽ ഒതുങ്ങി. പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ എനിക്ക് കിട്ടാറൊന്നുമില്ല. ചേട്ടൻ എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരാറുണ്ട്. ഈ വർഷം പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഐസ്ക്രീമാണ് മിക്കവാറും വാങ്ങിച്ചുകൊണ്ട് വരാറ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ആദ്യത്തേക്ക് ഇളക്കി തന്ന കാരണം എനിക്ക് ആ മാങ്ങ അപ്പോൾ തന്നെ അടുപ്പത്തിട്ട് മറ്റുള്ള പണികൾ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റി കേട്ടോ. അത് ഞാൻ വേഗം പായസം വയ്ക്കൽ കഴിഞ്ഞു. അപ്പം ഞാൻ അവ ഇളക്കി തന്നെ നേരത്തെ തന്നെ വേഗം ശർക്കര ഉരുക്കാനായിട്ട് ഇപ്പുറത്തൊരു കലത്തിലിട്ട് വെച്ചു. 1 കിലോ ശർക്കര ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഉരുക്കിയത് മാറ്റി വെച്ചു കേട്ടോ. എല്ലാതും ഉരുക്കി ഒരുമിച്ച് എന്നിട്ട് പിന്നെ ഉരുക്കിയത് കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നത്തെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാമല്ലോ. പിന്നെ ഞാൻ നാളികേരം വെട്ടാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൈ മുറിഞ്ഞ കാരണം കൊണ്ട് തന്നെ എനിക്ക് വെട്ടാനായിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വലത് കൈ വെച്ചിട്ട് ആദ്യത്തിന് പിന്നെ അങ്ങനെ നാളികേരം വെട്ടാനുള്ളൊരു വശം ഇല്ല. കുറേ നേരം തട്ടിയിട്ടാണ് ആ ഒരു നാളികേരം എനിക്ക് വെട്ടാൻ പറ്റിയത്. പിന്നെ കുഞ്ഞ് നാളികേരമായിരുന്നു. വലിപ്പം കുറവുള്ള നാളികേരം നമുക്ക് വെട്ടി മുറിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 2 നാളികേരമാണ് ഞാൻ എടുത്തത്. രണ്ടും അതുപോലെ വെട്ടിക്കൂട്ടി കുറേ ടൈം പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. അല്ലാണ്ട് പറ്റില്ലെന്ന് ഓർത്തില്ല. ചേട്ടൻ എത്തിയിട്ടില്ല. ചേട്ടൻ വരികയാണെങ്കിൽ പിന്നെ നിമിഷം നേരം കൊണ്ട് അത് വെട്ടി ചെരുക്കി തരും. അപ്പോൾ നമുക്ക് പായസം വയ്ക്കുന്നത് ഒരു പണി ആയിട്ട് തോന്നില്ല. ഇന്ന് പക്ഷേ ഈ നാളികേരം ചെരുകൽ ഒരു പണി തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം അതൊന്ന് ചെരുകാനായിട്ടെടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നാളികേരക്കൊത്താണ് ഞാൻ നെയ്യിൽ വറുത്തിട്ടത് കേട്ടോ. അപ്പോൾ ആ നാളികേരക്കൊത്ത് കുറച്ച് കൊത്തി മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ നാളികേരം ചെരുകാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഉരുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാമ്പഴം അത്യാവശ്യം നെയ്യിൽ കിടന്ന് ഒന്നൊന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ശർക്കര അതിലേക്ക് ഒഴിച്ചു. 3/4 ഭാഗം ഒഴിച്ചോളാം, മുഴുവൻ ഒഴിച്ചില്ല. വേണമെങ്കിൽ ഒഴിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. പിന്നെ വേണ്ടി വന്നില്ല കേട്ടോ. ഇളക്കാനായിട്ട് നമ്മുടെ ആദ്യത്തിനെ തന്നെ ഏൽപ്പിച്ചു. ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്, ഇനി ഇതിൽ മുഴുവനാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം നാളികേരം ചെരുകാൻ അപ്പോഴും ആദ്യം പറയണ്ടായിരുന്നു അമ്മേരെ കൈമത്ത ഉണങ്ങിയത് ഇങ്ങനെ പൊളിഞ്ഞണ പോലെയായിരുന്നു. ശരിക്കും ഇങ്ങനെ കത്തി വെച്ച് മുറിയണ പോലെയല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വിടർന്ന് പോകണ്ടായിരുന്നു. എന്നാലും നാളികേരമൊക്കെ ചെരുകിയെടുത്തു. അവനാ ചെരുകിനി കുറേ ടൈം പിടിക്കും. അത് കാരണം ഞാൻ തന്നെ ചെരുകി. പിന്നെ മാമ്പഴമൊക്കെ സെറ്റായി. കാണുമ്പോൾ തന്നെ കൊതിയാവുള്ളേ കൂട്ടുകാർക്ക്. ആദ്യത്തിൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ 2ാം പാൽ ഒഴിച്ച്, 3ാം പാലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് എടുക്കേണ്ടി വന്നില്ല. 2ാം പാൽ ഒഴിച്ച് കണ്ടിട്ട് വീണ്ടും തിളപ്പിക്കാനിട്ടു. ഞാൻ വേഗം നാളികേരക്കൊത്ത് റെഡിയാക്കി. പിന്നെ തിളച്ച് നല്ലൊന്ന് കുറുതായി കിട്ടണം. അങ്ങനെ കുറുതായി കിട്ടി. പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി പഞ്ചസാര എടുത്ത് കുറച്ച് ഏലക്കായ, ഒരു നുള്ളു ജീരകം ഇത്ര ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി. അത് ഇതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയ്ക്കും ഏലക്കായും ജീരകവും ചുക്കും ഇത്തിരീശൊക്കെ ഇടാൻ പാടുള്ളൂ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. ഇത് കൂടാൻ പാടില്ല. ഏലക്കായ കൂടിയോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ പായസം നമുക്ക് മട്ടിക്കാണ്ട് കുടിക്കാനൊക്കെ കിട്ടും. മട്ടിക്കണം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്ര അധികം പായസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു കൊതുക്കി ഉണ്ടാക്കിയെന്ന് മാത്രം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തിന് വിചാരിച്ചു എനിക്ക് തെറ്റി, അമ്മ ഉപ്പിടാൻ പാടില്ല പായസത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാവാനാണ്, മധുരം ബാലൻസ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് 1ാം പാൽ ഒഴിച്ചു. ഇനി ഇതൊന്ന് സെറ്റാവുക വേണ്ടോ, നമ്മുടെ പായസം റെഡി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലോടൊക്കെ മാമ്പഴം ഉണ്ടെങ്കിൽ മാമ്പഴ പായസം വെച്ച് നോക്കിയോളൂ, സൂപ്പറാണ്. നല്ല ഇത്തിരി ഒരു പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെറിയ തള വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടു. കുറച്ച് കഴിഞ്ഞ് നെയ്യിൽ നമ്മുടെ നാളികേരക്കൊത്തോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇടാം കേട്ടോ. വറുത്തായിരിക്കിടുക. നമ്മുടെ പായസം അങ്ങനെ സെറ്റായി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് കഴിക്കാം. ശ്രീകുട്ടപ്പോഴേക്കും ജോലി കഴിഞ്ഞൊക്കെ വന്നു. പായസം ഉണ്ടാക്കണ ടൈമിൽ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കണേൻ്റെ തിക്കും തിരക്കായിരുന്നു. അവൻ വരുമ്പോഴേക്കും ഇതുണ്ടാക്കി തണുപ്പിച്ച് വയ്ക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കണത്. ഞാൻ പറയില്ലേ ഇതൊക്കെ വേറെ ദിവസമാണ് ചെയ്തത്. ക്ലീനിങ് വേറെ ദിവസമായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഒരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാതും കൂടി ഒരുമിപ്പിച്ചു എന്ന് മാത്രം. പിറന്നാളിൻ്റെ പായസം തന്നെ ആയാലും പിറന്നാളിൻ്റെ അന്നല്ല ഞാൻ ഉണ്ടാക്കിയത്, പിറ്റേ ദിവസമായിരുന്നു. അങ്ങനെ ആദ്യത്തേനും ചേട്ടന് പിന്നെ പായസം എന്ന് പറഞ്ഞാൽ ചൂടായാലും കുഴപ്പമില്ല, ഭയങ്കര ഇഷ്ടമാണ്. ആളപ്പോൾ തന്നെ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എടുത്തു കൊടുക്കുകയൊന്നും വേണ്ട ആർക്കും.
പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടൻ്റെ അവർക്ക് കുറച്ച് പായസം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അധികമൊന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ച് നമ്മുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തേതും ഞാനും ശ്രീകുട്ടനും കൂടി പോയി കുറച്ച് നേരമൊക്കെ അവിടെ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.